നമസ്കാരം. 20th അവറാണ്. നിഗൂഢതകളുടെ 20ാം മണിക്കൂർ. യൂണിഫോം ഇട്ട ഒരു DSP, വനിതാ DSP ഒരു വ്യവസായിയിൽ തട്ടിയെടുത്തത് കോടികളാണ്, അതും പ്രണയം നടിച്ച്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ അത് ഏറ്റവും ഞെട്ടിക്കും നമ്മളുടെ ഈ ജീവിതത്തിലെ ഓരോ സമയങ്ങളിലും. അമേരിക്കയിൽ അവിടെ US ആർമിയിലെ ഒരു മേജർ ഡോക്ടറാണ്. ഇദ്ദേഹം ഗൈനക്കോളജി വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നു. സഹപ്രവർത്തകരുടെ ഭാര്യമാരുടെ മക്കളുടെയൊക്കെ നഗ്നദൃശ്യങ്ങൾ അയാൾ പകർത്തിയിരുന്നു. പിന്നീട് പക്ഷേ പിടിയിലായി ഒടുവിൽ ആ കള്ളൻ. ഈ സംഭവങ്ങളിലേക്ക് വിശദമായി നോക്കുകയാണ് 20th അവർ. സ്വാഗതം. പ്രേമം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി സ്വത്ത് തട്ടിയെടുത്ത് പറ്റിച്ചു. DSPക്കെതിരെ വ്യവസായ രംഗത്ത്. പ്രേമം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ച DSP, അവരുടെ പേര് കൽപ്പന വർമ്മ എന്നാണ്. ഈ വ്യവസായിയുടെ പേരോ ദീപക് ടണ്ടൻ എന്നും. പ്രണയബന്ധത്തിൽ കുടുക്കി 2 കോടിയിലധികം രൂപയും തന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലും കൈവശപ്പെടുത്തി എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. ഈ ആരോപണങ്ങൾ തെളിയിക്കുന്ന ഫോട്ടോകളും വീഡിയോ ചാറ്റുകളും മറ്റു രേഖകളും ദീപക് ടണ്ടൻ മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തു. 2021 മുതലുള്ള ബന്ധമാണ് ഈ DSP കൽപ്പന വർമ്മയുമായി ഉള്ളതെന്ന് ദീപക് ടണ്ടൻ തുറന്നു പറയുന്നുണ്ട്. വലിയ ഹോട്ടൽ സംരംഭമുള്ള വ്യവസായിയാണ് ദീപക് ടണ്ടൻ. തന്റെ ഹോട്ടലിൽ സ്ഥിരം സന്ദർശകയായിരുന്നു DSP. മധുരമൂർന്ന സംഭാഷണങ്ങളാണ്. മണിക്കൂറുകളോളം ഹോട്ടലിൽ തനിക്കൊപ്പം തുടരും. ജീവിതാവസാനം വരെ ദീപകിനൊപ്പം താൻ ഉണ്ടാകുമെന്നായിരുന്നു ആ DSPയുടെ വാഗ്ദാനം. വിവാഹിതനാണ് ഇയാൾ. ആ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാൻ നിരന്തരം നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. രാത്രി മണിക്കൂറുകൾ നീളുന്ന വീഡിയോ കോളുകളാണ്. ഇനി DSP ആയിട്ടുള്ള കൽപ്പന, അവരുടെ സഹോദരന് ഒരു ജോലിയില്ല. ഒരു ജോലി സംഘടിപ്പിക്കണമെന്നുള്ളതായിരുന്നു ആദ്യത്തെ സ്നേഹമൂർന്ന ഭാഷയിലുള്ള തേനൂറും സംഭാഷണങ്ങളിലെ ആവശ്യം. ജോലി എങ്ങനെ തരപ്പെട്ടില്ലെങ്കിൽ ഒരു ബിസിനസ് ശരിയാക്കി കൊടുക്കണം, അതായിരുന്നു രണ്ടാമത്തെ ആവശ്യം. അങ്ങനെ റായ്പൂരിലുള്ള VIP റോഡിലുള്ള ഈ ദീപക് ടണ്ടന്റെ ഒരു ഹോട്ടൽ, അത് സഹോദരന് കൈമാറാൻ DSP നിർബന്ധിക്കുകയാണ്. അങ്ങനെ സമ്മതിച്ചു പോയി ഈ ദീപക് ടണ്ടൻ. പിന്നീട് സഹോദരൻ അത് കൽപ്പന വർമ്മ എന്ന ഈ DSPയുടെ പേരിലേക്ക് മാറ്റി എഴുതുകയും ചെയ്തു. ഒരു കണക്കിന് ഇത്തരം തേൻ സംഭാഷണങ്ങളിൽ വീണുപോയ ആ വ്യവസായിയുടെ വാക്കുകൾ അത് നമ്മളെ അമ്പരപ്പിക്കുകയും ചെയ്യും. അതേസമയം ആ കുടുംബത്തിനുണ്ടായ ആഘാതം അത് വലുതാണ് താൻ. 2021 में कल्पना वर्मा का मेरा मुलाकात हुआ था होटल वेलकम सी में, और आना जाना लगा रहता था. उस बीच में महासमुंद में पोस्टेड थी. वो महासमुंद में पोस्टेड होने के बाद फिर माना CSP बन के आई, तो बहुत ही क्लोज हो गए. क्लोज होने के बाद आपसी संबंध बना. संबंध बनने के बाद उठना बैठना खाना पीना ऐसा चलता रहा. घंटों भर 2-2 3-3 घंटे 5-5 घंटे मेरे होटल में बैठती थी आकर वो. और इस बीच में उनका भाई बेरोजगार था, तो राकेश वर्मा, वो बोले कि मेरे भाई के लिए कोई जॉब ढूंढो या तो बिजनेस करवाओ. तो मैंने होटल एटमॉस्फेरिया को सेल करके उनको भाई को दिया है, जिसमें 30 लाख रुपए में हेमंत कुमार वर्मा के खाते में डाला गया है पैसा RTGS के माध्यम से, और 12.5 लाख रुपए कैश दिया हूँ, जिसका स्क्रीनशॉट और फुटेज है मेरे पास. बिल्कुल 1 नंबर में दिया हूँ. ഈ സമ്മാനങ്ങൾ വാങ്ങിയെടുക്കുക എന്നുള്ളത് കൽപ്പനയ്ക്ക് ഒരു ഹരമായിരുന്നു. എപ്പോഴും സമ്മാനങ്ങൾ നൽകാൻ ഇങ്ങനെ സ്നേഹത്തോടെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. ഷോപ്പിങ്ങിന് കൊണ്ടുപോകണം, അതാണ് മറ്റൊരു നിർബന്ധം. എന്തൊക്കെയാണ് ഇവർ നേടിയെടുത്തതെന്നോ? ദീപക് ടണ്ടൻ അത്യാവശ്യം പൈസയുള്ള വ്യവസായിയാണ്. നേടിയെടുത്ത ലിസ്റ്റ് കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾ ഞെട്ടും. പണമായി 2 കോടിയിലേറെ രൂപ, 12 ലക്ഷം രൂപയുടെ വജ്രമോതിരം, 5 ലക്ഷത്തിലധികം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ, 1 ലക്ഷം രൂപയുടെ ഒരു ബ്രേസ്ലെറ്റ്, ഒരു ഇന്നോവ ക്രിസ്റ്റ. തെളിവുകൾ എല്ലാം ഉണ്ടായിട്ടും ഒന്നും നടക്കുന്നില്ല എന്നാണ് ദീപക് പറയുന്നത്.
ഏറ്റവും ഒടുവിൽ ഈ സംഭവത്തിന്റെ ഒരു കബളിപ്പിക്കപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ദീപക് പോലീസിൽ പരാതിയുമായി എത്തി. പക്ഷേ പോലീസ് FIR ഇടാൻ പോലും തയ്യാറായില്ലെന്ന് ദീപക്. मेरे पास आती थी, मुझे गिफ्ट चाहिए, मैंने 12 लाख रुपए का हीरे का सामान दिया है, हाई राइडर गाड़ी मेरा रखा हुआ है, मिसेस के नाम से, बरखा टंडन के नाम से रजिस्टर्ड है जो गाड़ी, वो रखा हुआ, आज तक वापस नहीं किया, जिसका खमाड़ी थाने में मैंने 2 महीना पहले कंप्लेंट किया था, पर उस कंप्लेंट में आज तक कोई कार्रवाई नहीं हुआ है। पुलिस प्रशासन का तो सहयोग नहीं मिला है मुझे अभी तक का। मैंने कंप्लेंट किया था खमाड़ी थाने में, मैं चाहता हूँ आगे प्रशासन मेरा सहयोग करे। पुलिस से निवेदन है, गृह मंत्री से निवेदन है, सभी प्रशासनिक अधिकारी से निवेदन है कि मेरे इसमें सहयोग करे और जांच हो और बिल्कुल उचित कार्रवाई हो कल्पना वर्मा DSP को। 2017 ബാച്ചിൽപ്പെട്ട DSP ആണ് കൽപ്പന വർമ്മ. ഈ കൽപ്പന വർമ്മയ്ക്കെതിരെ കൈക്കൂലി, ബ്ലാക്ക് മെയിലിംഗ്, വഞ്ചന, വൈകാരിക ചൂഷണം എന്നീ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ദന്തവാഡയിൽ ആണ് നിലവിൽ സേവനം അനുഷ്ഠിക്കുന്നത് കൽപ്പന വർമ്മ. വിവാഹ വാഗ്ദാനം നൽകി അവർ തന്നെ വലയിലാക്കിയെന്നാണ് ദീപക് വളരെ ദയനീയമായി മാധ്യമങ്ങളോട് പറഞ്ഞത്. ദീപക് ടണ്ടന്റെ ഭാര്യ, അവരുടെ പേര് ബർഖ ടണ്ടൻ എന്നാണ്. അവരും ഈ കേസിൽ പരാതിക്കാരിയാണ്. അവരുടെ പേരിലുള്ള ഒരു ഹൈറൈഡർ കാറും കൽപ്പനയുടെ സ്വന്തം കയ്യിലാണ്. ഇപ്പോൾ തിരികെ കിട്ടിയിട്ടില്ല കാർ. फिर वो लोग धीरे से बोले कि हमारे होटल का डील हो रहा है, तो मेरे घर पे आके ही बोले डील हो रहा है, आप अपना चेक दे दीजिए। और मेरे हस्बैंड घर पे नहीं थे, तो हस्बैंड ने कॉल करके बोला आप अपना चेक दे दो साइन करके। मैं बोली किस लिए चेक? तो इन्होंने बोला कि वो एटमॉस्फेरिया जो होटल है उनका डील हो रहा है, तो वो अकाउंट में, तुम्हारे अकाउंट में पैसा है। फिर जैसे होटल का डील कैंसिल हो गया, फिर मैंने फ़ोन किया उनके पापा को कॉल किया, मैम को करी तो वो नहीं उठाई। फिर उनके पापा ने कॉल रिसीव किया मेरा, मैं बोली मेरा चेक वापस कर दो, तो उन्होंने बोला कि नहीं चेक नहीं है, आप कल्पना से बात कर लो। मैं बोली कैसे नहीं है, आपका बेटा मेरे घर से चेक लेके गया है मुझसे, मेरा चेक वापस करो। तो बोलते नहीं कोई चेक नहीं है, तुमको कल्पना DSP से बात करना पड़ेगा। ഈ രണ്ടുപേരും തമ്മിൽ, അതായത് DSP ആയിട്ടുള്ള കൽപ്പന വർമ്മയും ഒപ്പം വ്യവസായിയായിട്ടുള്ള ഈ ദീപക് ടണ്ടനും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ അദ്ദേഹം തന്നെയാണ് പുറത്തുവിട്ടത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത് വലിയ തോതിൽ ചർച്ചയാവുന്നുണ്ട്, വലിയ തോതിൽ വൈറലാണ്. ദീപക് ദന്തേവാഡയിലേക്ക് വരുന്നുണ്ടോ എന്നാണ് ആ ചാറ്റിൽ DSP ചോദിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഐ ലവ് യു എന്ന് പറഞ്ഞ് ഉടൻ തന്നെ ഞാൻ വരാമല്ലോ എന്ന് ഈ വ്യവസായി മറുപടിയൊക്കെ നൽകുന്നതും ആ ചാറ്റിൽ കാണാൻ കഴിയുന്നുണ്ട്. ദീപകിന്റെ ഭാര്യ ബർഖ ടണ്ടന്റെ പേരിലുള്ള കാറ് ഒരു ഹൈറൈഡർ കാറാണ്. അതും ഈ DSP കൽപ്പന കൈവശം വെച്ചതായും പറയപ്പെടുന്നു. എന്തായാലും വലിയ തോതിൽ ചർച്ചയാവുകയാണ്. പോലീസിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തൊരു പഞ്ചാര കെണിയൊരുക്കിയ DSP കൽപ്പന വർമ്മയെ പറ്റി. US ആർമിയിലെ ഒരു ഡോക്ടറുടെ കൊടും ചതിയിലേക്കാണിനി. ഗൈനക്കോളജിസ്റ്റാണ്. ചികിത്സയ്ക്കെത്തുന്ന സ്ത്രീകളുടെ നഗ്ന ദൃശ്യം പകർത്തുന്നത് ശീലമാക്കിയ മേജർ മഗ്രോ. ഡോക്ടർ മേജർ ബ്ലെയിൻ മഗ്രോ, അയാളുടെ മുഴുവൻ പേര് അതാണ്. ടെക്സാസ് ഫോർട്ട് ഹുഡിലെ സൈനിക ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ആണ്. പരിശോധനയ്ക്കെത്തിയ നിരവധി സ്ത്രീകളുടെ ദൃശ്യങ്ങൾ, നഗ്ന ദൃശ്യങ്ങൾ പരിശോധനയ്ക്കിടെ ഇയാൾ പകർത്തുകയായിരുന്നു. ഇയാളുടെ ഹോബി. ഫോണിൽ നിന്ന് ആയിരക്കണക്കിന് ഫോട്ടോകളും വീഡിയോകളും കണ്ടെടുത്തു. ആർമി ആശുപത്രിയാണല്ലോ, അപ്പോൾ ആരായിരിക്കും ഇരകൾ? സഹപ്രവർത്തകർ, അല്ലെങ്കിൽ സഹപ്രവർത്തകരുടെ ഭാര്യമാർ, അല്ലെങ്കിൽ കുട്ടികൾ. ടെക്സാസ് ഫോർട്ട് ഹുഡിലെ ആശുപത്രിയിൽ മാത്രമല്ല, നേരത്തെ ജോലി ചെയ്ത കെൻറ്റക്കിയിലും ഇത്തരത്തിൽ ഇയാൾ നഗ്നതാ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട് എന്നാണ് ഈ അന്വേഷണത്തിനൊടുവിൽ മനസ്സിലാക്കിയത്. ഇയാൾ നഗ്നത പകർത്തുന്നത് അത് സ്ഥിരമായിരുന്നു എന്നാണ്. അത് 10-40 പേരുടേതല്ല, 1000-ലേറെ പേർ ഇത്തരത്തിൽ ഇരകളായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു അന്വേഷണം നടത്തിയവർ.
We know that it affected soldiers who are stationed here and stationed overseas. We know that soldiers are called back from deployments to be able to address the mental health of the women in their lives, wives and daughters. We know that this affected and involved multiple chains of command, multiple leaders at every level. 44 സ്ത്രീകളുടെ ദൃശ്യങ്ങളാണ് ഔദ്യോഗികമായി പകർത്തിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. പക്ഷേ ആയിരങ്ങൾ ഇരകളായിട്ടുണ്ട് എന്നാണ് ആർമി അവർ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായത്. ഇനിയും ഈ കണക്ക് ഉയരും. അതിന്റെ കാരണം പറയുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥരെ തേടി ഓരോ ദിവസവും നിരവധി കോളുകളാണ് എത്തുന്നത്. We know that there are other law firms out there. We support those law firms, and collectively we represent over 100 women that attorneys are bringing these claims against or for against the Army and against Dr. Blaine McGraw. We know those numbers will grow. Dr. McGraw now sits in prison. He's in pre-trial confinement. That's right. മറ്റൊരു സൈനിക ആശുപത്രിയിൽ സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്നും ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നും ഇയാൾക്കെതിരെ പരാതിയുണ്ട്. യൂണിഫോം ഇട്ട വേട്ടക്കാരനെന്നാണ് മേജർ മഗ്രോയെ യുഎസിലെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്. അടുത്തിടെ ഭാര്യയുമായി ചികിത്സയ്ക്കെത്തിയ ഒരു സൈനികന് തോന്നിയ സംശയമാണ് ഞെട്ടിക്കുന്ന ഈ സംഭവത്തിലേക്ക് വെളിച്ചം വീശിയത്. ഭാര്യയും കൂട്ടി ഈ സൈനികൻ ആശുപത്രിയിലെത്തി ഈ മേജർ മഗ്രോയെ ഡോക്ടറെ കാണുന്നു. ഡോക്ടർ പരിശോധന നടത്തുകയാണ്. ഗൈനക്കോളജി ചികിത്സാ റൂമിനുള്ളിൽ പരിശോധനയ്ക്കിടെ ഈ ഡോക്ടറുടെ പോക്കറ്റിലെ ഫോൺ ശ്രദ്ധിക്കുകയാണ് ഈ സൈനികൻ. ക്യാമറയുടെ ലെൻസ് പോക്കറ്റിൽ നിന്ന് ഭാഗികമായി ഉയർന്നു നിൽക്കുന്ന ഒരു കാഴ്ച. പരിശോധന ആരംഭിച്ച ശേഷമാണ് ഡോക്ടർ ഇത്തരത്തിൽ ഫോൺ പോക്കറ്റിലേക്ക് വെച്ചത് എന്നുള്ളതാണ്. മാത്രമല്ല ഫോണിന്റെ സ്ക്രീൻ അത് ഏതൊക്കെയോ സമയത്ത് ഈ സൈനികനെ കാണാനും കഴിഞ്ഞു. അങ്ങനെ ആ സൈനികൻ ബഹളം വെച്ചു. ഡോക്ടർ ഭാര്യയുടെ നഗ്നദൃശ്യം പകർത്തിയെന്ന് ഉടൻ തന്നെ ആർമിയിൽ പരാതിയും നൽകി. പരാതി ലഭിച്ച ഉടൻ തന്നെ ഈ ഡോക്ടറെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. പരിശോധിച്ച 1400ഓളം രോഗികളിൽ നിന്ന് സൈന്യം വിവരം ശേഖരിച്ചു. ആ പരിശോധിച്ചവർ പറയുകയാണ് ഇനി ഡോക്ടർ മഗ്രോ ജയിലിൽ കിടക്കട്ടെ. He's not checking in with his command via telephone every 2 hours like he was a week ago. He's in jail in pretrial confinement. That's where he should be. We also know that charges against Dr. Blaine McGraw were preferred yesterday by Army prosecutors. For that, we say thank you to the Army for taking the proactive measures in prosecuting a perpetrator of thousands potential women and victims in this case. We know what happened. We know who it happened to, and we know when it happened. We even know how it happened. വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കുറ്റം ചുമത്തി ഇപ്പോൾ ജയിലിലാക്കിയിരിക്കുന്നത്. ഇതിൽ ആർമിയിലെ ഉദ്യോഗസ്ഥരുടെ സങ്കടം, അവർ അത്രയും നാളുകൾ സ്നേഹിച്ച കരുതിയ ഡോക്ടറാണ്, വലിയ ആദരവ് നൽകിയ ഡോക്ടറാണ്. പക്ഷേ അയാൾ സ്വന്തം ഭാര്യയുടെ അല്ലെങ്കിൽ അവരുടെ മക്കളുടെയൊക്കെ നഗ്ന ദൃശ്യങ്ങൾ ആ ഫോണിൽ അയാൾ പകർത്തിയിരുന്നു എന്ന് ഉള്ള തിരിച്ചറിവുണ്ടല്ലോ, അത് അവർക്ക് നൽകിയ ആഘാതം വലുതായിരുന്നു. കോട്ടയത്ത് ഏറ്റുമാറിനടുത്ത് സ്കൂളിൽ ഇന്നൊരു അതിക്രമമുണ്ടായി. അവിടുത്തെ അധ്യാപികയുടെ കഴുത്തിൽ കത്തികൊണ്ട് മുറിവുണ്ടാക്കി. ആര്? അധ്യാപികയുടെ തന്നെ ഭർത്താവ്. കോട്ടയം ഏറ്റുമാനൂർ പേരൂർ ഗവൺമെന്റ് LP സ്കൂളിലായിരുന്നു ആ ഞെട്ടിക്കുന്ന സംഭവം.
സ്കൂൾ വളപ്പിൽ അധ്യാപികയെ ഭർത്താവ് കത്തികൊണ്ട് ആക്രമിച്ചു. അധ്യാപികയായിട്ടുള്ള ഡോണിക്കാണ് ഇത്തരത്തിൽ ആക്രമണം നേരിടേണ്ടി വന്നത്. ഭർത്താവിന്റെ പേര് കൊച്ചുമോൻ എന്നാണ്. എന്താണ് ശരിക്കും ആ പേരൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സംഭവിച്ചത്? ഡോണിയും കൊച്ചുമോനും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ അത് പതിവായിരുന്നു. കുറച്ചധികം നാളുകളായി രണ്ടുപേരും പിരിഞ്ഞായിരുന്നു താമസം. ഏറ്റുമാനൂരിലെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലാണ് ഡോണിയ എന്ന ഈ അധ്യാപിക താമസിക്കുന്നത്. ഭർത്താവിന്റെ ക്രൂരമർദ്ദനത്തെ തുടർന്ന് മണർകാട് പോലീസിന് നേരത്തെ ഈ അധ്യാപിക ഒരു പരാതി നൽകിയിട്ടുള്ളതാണ്. ഇത് ഒത്തുതീർപ്പായാണ്. പക്ഷെ അതിനുശേഷവും പിന്നീടും മർദ്ദനമുണ്ടായതോടുകൂടി ഡോണിയ മാറി താമസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലേക്ക് ഡോണിയ എത്തുന്നത്. രാവിലെ ഈ ഡോണിയെ തേടി കൊച്ചുമോൻ ആ സ്കൂളിലേക്ക് എത്തി. അപ്പോൾ പ്രധാന അധ്യാപിക കാണുന്നുണ്ട്. ആ അധ്യാപകർക്കൊക്കെ അറിയാം ഈ കൊച്ചുമോനും ഈ ഡോണിയും തമ്മിൽ അത്ര രസത്തിലല്ല, മാറിയാണ് താമസിക്കുന്നതൊക്കെ. അപ്പോൾ സ്കൂളിലെത്തിയോ ഡോണിയ എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ ചില പുസ്തകം കൈമാറാനുണ്ട് എന്നായിരുന്നു കൊച്ചുമോൻ ആ പ്രധാന അധ്യാപികയോട് പറഞ്ഞത്. പിന്നീട് പക്ഷേ അവരെ കണ്ടില്ല. എന്നാൽ ഏതാണ്ട് 10:45 10:30 ശേഷം ആ അതിക്രമം നടന്നു. ഇതിന്റെ ഇവിടെ അകത്ത് വെച്ചാണ് ചെയ്യുക. അപ്പം ടീച്ചർ പിന്നെ കാറിക്കൊണ്ട് വരുമ്പോഴാണ് എല്ലാവരും കാണുന്നത്. പുള്ളിക്കാരൻ വന്ന് വിളിച്ച് എന്തെങ്കിലും പറയാനാന്നല്ല വിചാരിക്കും. ഇവിടെ വേണമെങ്കിൽ താമസിക്കാൻ നമ്മൾ ഒത്തിരി നാളായതല്ലോ. അന്നേരം പിന്നെ എന്തിനേലും ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം ടീച്ചർ ഓഫീസിലോട്ടായിരിക്കും കയറി പോകുന്നത്. അന്നേരം അത് അങ്ങനെ ഇവിടെ വെച്ചാണ് ചെയ്തത്. വേദന എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യം വർത്താനം പറയുന്നുണ്ട്. അല്ലാതെ വേറെ കൂടുതലൊന്നും പറഞ്ഞില്ല. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഓട്ടം വിളിച്ച് പോയി. ഇപ്പം ആശുപത്രിയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുപോകായിരുന്നു. വേദന എടുത്ത് ഇങ്ങനെ കുറയുമല്ലേ. അല്ലാതെ തലകറവും അങ്ങനെയൊന്നും ചെയ്തു. അവിടെ ഇങ്ങനെ ബ്ലഡ് പോകുന്നത് കണ്ടു. ഡോണിയ ക്ലാസ് മുറിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം. ക്ലാസ് മുറിയിൽ നിന്ന് വിളിച്ചിറക്കി കഴുത്തിൽ കത്തിവെച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഡോണിയെ ഉച്ചത്തിൽ നിലവിളിക്കുന്നത് കേട്ട് അധ്യാപകർ ഓടിക്കൂടി. അങ്ങനെ ഈ അധ്യാപകരാണ് ഡോണിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ കൊച്ചുമോനെ പിടികൂടാൻ കഴിഞ്ഞില്ല. കൊച്ചുമോൻ ഓടി രക്ഷപ്പെട്ടു. സഹ അധ്യാപകരാണ് ഈ തെള്ളകത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്നാലും ഈ അതിക്രമം നടക്കുമ്പോൾ ആ ജനലിന്റെ അപ്പുറത്ത് നിന്ന് ചില ആളുകളും ഈ സംഭവം കാണുന്നുണ്ടായിരുന്നു. അവരും ഓടിയെത്തി ഇയാളെ പിടികൂടാൻ. പക്ഷേ കയ്യിൽ ആ കത്തി കണ്ടപ്പോൾ അവരും ഒന്ന് ഭയപ്പെട്ടു. നമ്മുടെ പുറകെ താമസിക്കുന്ന ഹിന്ദിക്കാരാണ് കണ്ടോണ്ടിരിക്കുന്നത്. ആ പൊത്തി പിടിച്ചേക്കുക. അപ്പം പുള്ളിക്കാരത്തി അത് കണ്ടോണ്ടാണ് അവിടെ നിന്ന് ഓടി വന്നു കഴിഞ്ഞപ്പം ആ പുള്ളി ഇവിടെ നിന്ന് ഇറങ്ങി വന്നു. ഒരു കുഴപ്പമില്ല. അന്നേരം ആ പുള്ളിക്കാരത്തിക്ക് ഒരു പേടി കയ്യിലെന്ത്. ആ പുള്ളിക്കാരത്തി അങ്ങോട്ട് മാറിപ്പോയി. അപ്പം പറഞ്ഞു ഒന്നും പേടിക്കണ്ട, നീ എന്തിനാ വന്നേ, ഒന്നും വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു പുള്ളി ഇതിനെ അങ്ങോട്ട് ഫുള്ളായിട്ട് അറിയിച്ചു. കുടുംബ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലൊരു അതിക്രമത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. പരപുരുഷ ബന്ധം സംശയിച്ചിരുന്നു കൊച്ചുമോൻ എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ടാണ് നിരന്തരം ഈ അധ്യാപികയെ ഇയാൾ ക്രൂരമായി മർദ്ദിക്കാനുള്ള സാഹചര്യം. 2 വയസ്സുള്ളൊരു മകനുണ്ട് ഇവർക്ക്. എന്താണെങ്കിലും കൊച്ചുമോനൊപ്പമാണ് ആ മകൻ താമസിക്കുന്നത്. കൊച്ചുമോനെ പാമ്പാടിയിൽ നിന്ന് പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുത്തു. രക്ഷപ്പെട്ടെങ്കിലും അധികം ഓടാൻ കഴിഞ്ഞില്ല ഇയാൾക്ക്. ഡോണിയ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇനി 20th അവർ പോകുന്നത് കൊല്ലത്തേക്കാണ്. അവിടെ നടന്ന 2 വ്യത്യസ്ത അതിക്രമങ്ങളിലേക്ക്. പെൺകുട്ടികളോട് അതിക്രമം കാട്ടിയ 2 പേരെയാണ് കൊല്ലത്ത് പോലീസ് ഇന്ന് പിടിയിലായത്. ഒന്നാമത്തെ കക്ഷി ഇരവിപുരം സ്വദേശി രാജേന്ദ്രനാണ്. രണ്ടാമത്തെ ആൾ 25-കാരനായിട്ടുള്ള ആരോമൽ. ആദ്യം രാജേന്ദ്രന്റെ കേസിലേക്ക് പോകാം. 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിലായിരുന്നു രാജേന്ദ്രൻ. ഇരവിപുരം പോലീസ് അങ്ങനെ രാജേന്ദ്രനെ അറസ്റ്റ് ചെയ്തു. എപ്പോഴാണ്? ഏതാണ്ട് 6 മാസക്കാലം ഇയാൾ ഒളിവിൽ കഴിഞ്ഞു. മത്സ്യബന്ധന മേഖലയിൽ തൊഴിൽ നോക്കിയിരുന്ന ആളായിരുന്നു രാജേന്ദ്രൻ. ഇയാളെ കണ്ടെത്താനായിട്ട് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചിരുന്നതാണ്. സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിരുന്നു. 6 മാസം മുമ്പ് ഈ കുഞ്ഞു കുട്ടിയെ
വീട്ടിലേക്ക് വിളിച്ച് പീഡിപ്പിക്കുകയായിരുന്നു ഇയാൾ. നാട്ടുകാര് വീട്ടുമുറ്റത്തെത്തിയപ്പോൾ ഫോൺ ഉൾപ്പെടെ ഉപേക്ഷിച്ച് രാജേന്ദ്രൻ ഓടി രക്ഷപ്പെട്ടു. ഓച്ചിറയിലെ ഫാൻസി കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഈ പിടിയിലാകുമ്പോൾ രാജേന്ദ്രൻ. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത് എന്നാലും ഒരു പിഞ്ചു പൈതലിനോട് കാട്ടിയ ക്രൂരതയ്ക്ക് അതിനുശേഷം ആരും കാണാതെ കൊല്ലത്തുനിന്നും അധികം ദൂരെയല്ലാത്ത ഓച്ചിറയിൽ പോയി ജോലി ചെയ്ത് ഇയാൾ ഇത്ര നാൾ എങ്ങനെ ഒളിവിൽ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് സംശയകരം. രണ്ടാമത്തെ കേസ് അത് ആരോമൽ എന്ന് പറയുന്ന യുവാവാണ്. മദ്യലഹരിയിലായിരുന്നു ആരോമൽ. സ്കൂൾ വിദ്യാർത്ഥിനിയോട് അസഭ്യം പറഞ്ഞു, മാത്രമല്ല കടന്നുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ കേസാണ് ആരോമലിനെതിരെ. തഴുത്തല PK ജംഗ്ഷന് സമീപം ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഈ വിദ്യാർത്ഥിനി. ഈ പ്രതി വിദ്യാർത്ഥിനിയെ തടഞ്ഞു നിർത്തി ഉപദ്രവിച്ചു. പെൺകുട്ടിയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തുന്നത്. അങ്ങനെ പോലീസിനെ വിവരം അറിയിച്ചു. ആരോമലിനെ പോലീസ് പിടികൂടുകയും ചെയ്തു. ഇയാൾ ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ നീചകൃത്യങ്ങൾ ചെയ്യുന്നത്. നേരത്തെയും പ്രതി പെൺകുട്ടികളോട് അപമര്യാദയെ പെരുമാറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട്. ബാലസുരക്ഷയെ ബാധിക്കുന്ന കേസുകളായതുകൊണ്ടും 2 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇത്തരം നിഗൂഢമായിട്ടുള്ള സംഭവങ്ങൾ അത് നിരവധി നടക്കുകയാണ് നമുക്ക് ചുറ്റും. ഇത്തരം നിഗൂഢതകളുടെ വാർത്തകളുമായി സംഭവങ്ങളുമായി 20th അവർ വീണ്ടും നാളെ എത്തും. 20-ാം മണിക്കൂർ. നമസ്കാരം.